Today we can discuss about the influencing factors of the distribution of temperature. അതായത് താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഫസ്റ്റ് വൺ ലാറ്റിറ്റ്യൂഡ്, സെക്കൻഡ് ആൾട്ടിറ്റ്യൂഡ്, തേർഡ് നിയർനെസ് ഓഫ് ഓഷൻ ആൻഡ് വിൻഡ്സ്. അതായത് അക്ഷാംശസ്ഥാനം, ഉയരം, സമുദ്ര സാമീപ്യം, കാറ്റുകൾ. These are the influencing factors of distribution of the temperature. First one, latitude. Tropical region receives more solar energy as the sun's rays are almost vertical. But the polar region receives only less solar energy as the sun's rays travel more distance through atmosphere. അതായത് അക്ഷാംശ സ്ഥാനം, ഉഷ്ണമേഖലയിൽ സൂര്യരശ്മികൾ ഏറെക്കുറെ ലംബമായി പതിക്കുന്നതിനാൽ അവിടെ കൂടുതൽ ഊർജം ലഭിക്കുന്നു. സൂര്യരശ്മികൾ അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിച്ച് എത്തുന്ന ധ്രുവഭാഗങ്ങളിൽ ഊഷ്മാവ് കുറയുന്നു. Then second on altitude or ഉയരം. Temperature in the troposphere decreases at the rate of 1 degree Celsius per 165 meter of altitude. The temperature is comparatively lower at place situated much above the sea level. അതായത് ട്രോപ്പോസ്ഫിയറിന്റെ താപനില ഉയരുന്നതിനനുസരിച്ച് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ കുറഞ്ഞു വരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്ന ഭാഗങ്ങളിൽ ഊഷ്മാവ് താരതമ്യേന കുറവായിരിക്കും. Third one, nearness of ocean, സമുദ്ര സാമീപ്യം. When the land heats up, wind blows from the sea, and when the land cools down, wind blows to sea. So the temperature remains moderate at places close to the sea. കര ചൂടാകുമ്പോൾ കടലിൽ നിന്നും കരയിലേക്കും, കര തണുക്കുമ്പോൾ തിരിച്ചും വായുവിന്റെ നീക്കം ഉണ്ടാകുന്നതിനാൽ സമുദ്ര സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ മിതമായ താപം നിലനിൽക്കുന്നു. Fourth one, wind or കാറ്റുകൾ. The warm and the cold winds can respectively rise or lower the temperature of the places. അതായത് ഉഷ്ണക്കാറ്റും ശീതക്കാറ്റും അവ കടന്നു പോകുന്ന ഭാഗങ്ങളിലെ അന്തരീക്ഷ താപനിലയെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നു. ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെയല്ല സൂര്യപ്രകാശം ലഭിക്കുന്നത്. എന്നാൽ ഒരുപോലെ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമതാപ രേഖകൾ അഥവാ isotherms. The imaginary lines connecting places having equal atmospheric temperature are called isotherms. But isotherms in the southern hemisphere are almost parallel to the equator. അതായത് ദക്ഷിണാർദ്ധഗോളത്തിൽ സമതാപ രേഖകൾ മധ്യരേഖയ്ക്ക് ഏറെക്കുറെ സമാന്തരങ്ങളാണ്. Because ocean surface is more in southern hemisphere, so temperature is almost same in same latitudinal area. അതായത് ദക്ഷിണാർദ്ധഗോളത്തിൽ സമുദ്ര ഉപരിതലം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരേ അക്ഷാംശ മേഖലകളിൽ ഒരേ ഊഷ്മാവായിരിക്കും അനുഭവപ്പെടുന്നത്. ഇനി നമുക്ക് അന്തരീക്ഷത്തിലെ ജലാംശങ്ങളെ കുറിച്ച് പഠിക്കാം. വാട്ടർ കണ്ടന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് കാൾഡ് ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റി ഈസ് നോട്ട് യൂണിഫോം അറ്റ് ഓൾ പ്ലേസസ്. ഇൻഫ്ലുവൻസിംഗ് ഫാക്ടേഴ്സ് ഓഫ് ഹ്യൂമിഡിറ്റി ആർ ടെമ്പറേച്ചർ, പ്രസൻസ് ഓഫ് വാട്ടർ ബോഡീസ് എക്സെട്ര. അതായത് അന്തരീക്ഷത്തിലെ ജലാംശത്തെയാണ് ആർദ്രത എന്ന് പറയുന്നത്. ആർദ്രത എല്ലായിടത്തും ഒരുപോലെയല്ല. ആർദ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഊഷ്മാവ്, ജലസ്രോതസ്സുകളുടെ സാന്നിധ്യം തുടങ്ങിയവയാണ്.
എന്നാൽ വായുവിൽ അടങ്ങിയിരിക്കുന്ന നീരാവിയുടെ യഥാർത്ഥ അളവിനെ കേവല ആർദ്രത എന്ന് പറയുന്നു. ഇത് ഒരു ക്യൂബിക് മീറ്റർ വായുവിൽ എത്ര ഗ്രാം ജലബാഷ്പം എന്ന ഏകകത്തിലാണ് കണക്കാക്കുന്നത്. The actual amount of water present in the atmosphere is called absolute humidity. It is measured as the amount of water vapor present per cubic meter volume of air. The stage at which the atmosphere is fully saturated with water is termed as saturation level. അതായത് അന്തരീക്ഷം നീരാവി പൂരിതമാകുന്ന അവസ്ഥയെ പൂരിതാവസ്ഥ എന്ന് പറയുന്നു. എന്നാൽ തുടർന്ന് അന്തരീക്ഷം നീരാവി പൂരിതമായി കഴിഞ്ഞാൽ ഘനീകരണം ആരംഭിക്കും. ഘനീകരണം ആരംഭിക്കുന്ന നിർണായക ഊഷ്മാവിനെ തുഷാരാങ്കം എന്ന് പറയുന്നു. അതായത് when the atmosphere become saturated, condensation begins. The critical temperature at the condensation begins is called dew point. ഇനി എന്താണ് ആവേശിക ആർദ്രത എന്ന് നോക്കാം. Absolute humidity. The ratio between the amount of water vapor present in the atmosphere and the total water holding capacity of the atmosphere at a given temperature is called relative humidity. അതായത് നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷ വായുവിൽ ഉൾക്കൊണ്ടിരിക്കുന്ന നീരാവിയുടെ അളവും ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവും തമ്മിലുള്ള അനുപാതമാണ് ആവേശിക ആർദ്രത. How to measure relative humidity or ആവേശിക ആർദ്രത എങ്ങനെ കണക്കാക്കാം? അതായത് relative humidity equal to absolute humidity by total water holding capacity into 100. അതായത് ആവേശിക ആർദ്രത സമം കേവല ആർദ്രത ബൈ ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവ് ഇൻറ്റു 100. Relative humidity is measured by wet and dry bulb thermometer. അതായത് ആവേശിക ആർദ്രത കണക്കാക്കുന്നതിനുള്ള ഉപകരണമാണ് വെറ്റ് ആൻഡ് ഡ്രൈ തെർമോ